കാപ്പാണ് ഇന്നിവിടെ സഫലമാകുന്നത് എന്നുള്ളതാണ്. ഓരോ ദിവസത്തിലേറെ സ്ത്രീകളാണ് ഇവിടെ പൊങ്കാലയിടാൻ എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സ്ത്രീ മുന്നേറ്റമായി കൊട്ടിഘോഷിക്കേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? അവർ ഒരേ മനസ്സോടെ ലോകത്തിലെ ഏറ്റവും വലിയ പെൺകൂട്ടായ്മ, അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഗിന്നസ് ബുക്കിലൊക്കെ ഇടം പിടിച്ചത്. രാഖി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അശ്വതി, അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒന്നുണ്ട്. 2009 25 ലക്ഷം പേർ പൊങ്കാല ഇട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇടം പിടിക്കുന്നത്. പക്ഷെ പിന്നീട് 40 ലക്ഷത്തിലേറെ ഭക്തർ പൊങ്കാല ഇട്ടു എന്നാണ് പറയുന്നത്. ഇത്തവണ എന്തായാലും അതിനെയും മറികടക്കും എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഇന്ന് ചന്ദ്രഗ്രഹണമാണ്. 3:10 ക്ഷേത്രനട അടയ്ക്കും. അതിനുശേഷം 7 മണിക്ക് ശേഷം മാത്രമാണ് ദർശനം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇവിടെ കാണാം. എത്രയും വേഗം അമ്മയെ ഒന്ന് മനസ്സുരുകി വിളിച്ചാൽ അമ്മ കൂടെ ഉണ്ടാവുമെന്നാണ് രാഖി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1000 മൺകലങ്ങളിലൊക്കെ പൊങ്കാലയിടുന്ന സ്ത്രീകളും നമുക്കിടയിലുണ്ട്. അതായത് ഇത് ആദ്യത്തെ പൊങ്കാലയാണ് കേട്ടോ. അതാണ് ഇത്രയേറെ ഒരു കൗതുകം. അല്ല, എന്റെ വീട്ടിൽ നിന്ന് സ്ഥിരം പൊങ്കാല ഇടാറുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിൽ വരിക, ഈ പൊങ്കാലയൊക്കെ കാണാൻ സാധിക്കുക, അതൊക്കെ തീർച്ചയായും ഒരു മഹാഭാഗ്യം തന്നെയാണ് രാഖി. പിന്നെ ഈ എന്താ പറയുന്നത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 50 ലക്ഷം സ്ത്രീകൾ എത്രയോ നാളുകൾക്ക് മുൻപ് തന്നെ ഈ പൊങ്കാലിടണമെന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ച, എത്രയോ ദിവസങ്ങൾ വ്രതം നോറ്റ് അമ്മയെ ഒന്ന് കാണാൻ വേണ്ടി മണിക്കൂറുകൾ മുൻപ് തന്നെ തലസ്ഥാന നഗരിയിലെത്തി. ഇപ്പോൾ വീണയുണ്ട് വിവരങ്ങൾ നൽകാൻ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അശ്വതി, ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മൾ പലപ്പോഴും ഈ ട്രോളായിട്ടൊക്കെ നടി ചിപ്പിയുടെ പേരൊക്കെ വരാറുണ്ട് കേട്ടോ. അതുപോലെ അത് അവരുടെ ഒരു ആത്മസമർപ്പണമാണ്. അതൊക്കെ വെറുതെ ഒരു പൊങ്കാലയോടനുബന്ധിച്ച് കേൾക്കുന്നു എന്നുള്ളത് മാത്രം. എന്തായാലും നിരവധി ആർട്ടിസ്റ്റുകൾ, പല സെലിബ്രിറ്റീസും ഒക്കെ തന്നെ വരുന്ന ഹോട്ടലാണ് അവിടെ. നമുക്ക് അവിടെ ആരാണെന്നുള്ളത് അല്ലെ, വീണയുടെ വിവരങ്ങൾ നൽകാം. അശ്വതി, രാഖി, ഗൗരി വന്ദനം ഹോട്ടൽ പ്രധാനപ്പെട്ടതാണ്. കാരണം ആർട്ടിസ്റ്റുകളൊക്കെ പൊങ്കാല അർപ്പിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ. എന്നാൽ നിലവിൽ ഇപ്പോൾ ആർട്ടിസ്റ്റുകളൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പൊങ്കാല അർപ്പിക്കാൻ എത്തിയ ഒരുപാട് സ്ത്രീകളുണ്ട് ഇവിടെ. അവരിവിടെ ഇപ്പോൾ ചിപ്പിയെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ എന്താ ഇവിടെ നിൽക്കുന്നേ? ചിപ്പി ചേച്ചിയെ കാണണം. കാത്തു നിൽക്കുന്നത്? അതിനാ കാത്തിരിക്കുന്നത്. എവിടെന്നാ വരുന്നത്? കൊല്ലത്തുനിന്ന്. നിങ്ങളുടെ പൊങ്കാല ഇടുന്ന കാര്യങ്ങളൊക്കെ റെഡിയായോ? റെഡിയായി, എല്ലാം റെഡിയായി വെച്ചേക്കോ. ചേച്ചിയെ കാണണം. ചുമ്മാ കളിച്ചാൽ പോയപ്പോൾ ശിവപേരത്ത് തൊട്ട് അവൾ മാതാകുമ്പോൾ പോയില്ല, ചൂട്ടിലാമ്പളത്തിൽ പോയില്ല. അപ്പം അറിയാം അവിടെ ഇവിടെ കളിച്ച് പാട്ട് പാടി കളിച്ച് ചിമ്പേട് കൂടെ ചിമ്പന്നാണ് ചിപ്പി ചേച്ചിയെ കാണാൻ ആണ്. ആറ്റുകാൽ അമ്പലത്തിൽ തൊഴാനും കൂടെയാണ് വന്നത്. അപ്പോൾ ഇവിടെ ചിപ്പി ചേച്ചി നിൽക്കുന്നതുകൊണ്ട് കാണാൻ വന്നതാണ്. അശ്വതി, രാഖി, അതാണ് ഇവിടെ നിൽക്കുന്ന തടിച്ചുകൂടുന്ന ഭക്തജനങ്ങളൊക്കെ സിനിമാ താരങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹമാണ് പറയുന്നത്. പ്രധാന ഇടങ്ങളാണ്. എല്ലാ വർഷവും ചിപ്പി, അതുപോലെ തന്നെ ജലജ, അതുപോലെ തന്നെ സിനി ആർട്ടിസ്റ്റുകൾ, സീരിയൽ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ളവർ പൊങ്കാല ഇടുന്ന ഇടം കൂടിയാണ് ഇവിടെ. അപ്പോൾ അവരെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന ഭക്തരാണ്. അതായത് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കണം, ഒപ്പം തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ കൂടി കാണണം എന്നുള്ള ആഗ്രഹവുമായി നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആറ്റുകാല അമ്മയെ പോലും ചിപ്പിയെ മാത്രം കണ്ടാൽ മതി, താരങ്ങളെ കണ്ട ഞങ്ങൾക്ക് ചിപ്പിയെ മാത്രം കണ്ടാൽ മതി. ആഗ്രഹമാണ്. ഞാൻ ആദ്യമായിട്ട് ആറ്റുകാൽ പൊങ്കാല ഇടാൻ വരുന്നത്. ഞാൻ വന്നതിൻ്റെ മെയിൻ കാര്യം പൊങ്കാല ഇടണം, ചിപ്പി ചേച്ചി നേരിട്ടൊന്ന് കാണണം, ഇതിനുവേണ്ടി വന്നതാണ്. ചിപ്പി ചേച്ചി അത്ര ഇഷ്ടമാണ്? ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. കുറേ നേരമായി നോക്കി നിൽക്കുകയാണ് ഞങ്ങളിവിടെ, ഇതുവരെ വന്നില്ല. അത്ര ഇഷ്ടമാണ് ഞങ്ങൾക്ക് പൊങ്കാല ഇടാനുള്ള എല്ലാവരും. അങ്ങ് ഏറെ ദൂരമാണ് ഞങ്ങളുടെ പൊങ്കാല സൈറ്റ്. അവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ട് ഞങ്ങളിവിടെ ഒന്ന് കാത്തിരിക്കണം. ഒന്ന് കണ്ടെങ്കിൽ ഞങ്ങളങ്ങ് പോയേനെ. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന അറിഞ്ഞില്ലെന്ന് തോന്നല്ലോ, അറിഞ്ഞെങ്കിൽ വരുമായിരുന്നു. ഇതിപ്പം വാർത്തകളിലൂടെ ചിപ്പി ചേച്ചി കാണുന്നുണ്ടായിരിക്കും. അല്പസമയങ്ങൾക്കകം തന്നെ വരും. നിങ്ങളുടെ സ്നേഹം അവർക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഇതാണ് അശ്വതി, രാഖി, ഇവിടുത്തെ കാഴ്ചകൾ. താരങ്ങളെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ ഭക്തജനങ്ങളാണ്. ആറ്റുകാലിൽ എത്തുക എന്നുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ്. ഒന്ന്, ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക, ആത്മസമർപ്പണം നേടുക, ഒപ്പം താരങ്ങളെ കാണുക. അവർക്ക് പ്രിയപ്പെട്ടതാണ് ഈ താരങ്ങളൊക്കെ. അവരെ അടുത്ത് കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ആറ്റുകാലിലെ പൊങ്കാല. അല്പസമയങ്ങൾക്കകം തന്നെ താരങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഖി, അശ്വതി. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാഖി തലസ്ഥാനം മുഴുവൻ കൈയടക്കി കഴിഞ്ഞു. അനന്തപുരിയിൽ
നാരീശക്തിയാണ്. നാരീശക്തി വിളിച്ചോതിക്കൊണ്ടുള്ള ഒരു പൊങ്കാല ആത്മസമർപ്പണം എന്ന് തന്നെ പറയാം. എന്തായാലും ഈ അമ്പലത്തിലേക്കുള്ള ഒഴുക്ക് അമ്മയെ പൊങ്കാല ഇടുന്നതിന് മുമ്പ് ഒരു നോക്ക് കാണാൻ. അതെ, നമ്മൾ ആ ദൃശ്യം ആയിരങ്ങളാണോ ഒഴുകിയെത്തുന്നത്? അല്ല, പതിനായിരങ്ങളാണോ ഒഴുകിയെത്തുന്നത്? അതുമല്ല. അതെ, അതാണ് ലക്ഷങ്ങളെന്ന് പറഞ്ഞാൽ പോലും അത് ഏതാണ്ട് എത്രയാണ്, 50 ലക്ഷത്തോളം വരുമെന്നാണ്. കോടിക്ക് പകുതിയോളം അല്ലേ? അതെ, 1 കോടിക്ക് പകുതിയോളം ഭക്തർ, അതും സ്ത്രീ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. ഈ പൊങ്കാല സമർപ്പണത്തിന് മുൻപായി അവർക്ക് അമ്മയെ ഒരു നോക്ക് കാണണം, അമ്മയോട് അവരുടെ സങ്കടങ്ങൾ ഒന്ന് ഉണർത്തിക്കണം. അതിന് അമ്മ ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കും. അതാണ് അവരുടെ ഒരു എന്താണ് അനുഭവം എന്ന് പറയുന്നത്. ആ ഒരു അനുഭവമാണ് അവരെ വീണ്ടും വീണ്ടും ഈ അമ്മയുടെ നടയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് അവരുടെ കണ്ണുകളിലേക്ക് വലിയ പ്രതീക്ഷയാണ്, വലിയ പ്രാർത്ഥനയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ശരണ മന്ത്രങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഒരേ മനസ്സോടെ ഒരുമിച്ച് ആ അമ്മയെ ഒന്ന് കാണാൻ, ആ അനുഗ്രഹം ഒന്ന് വാങ്ങാൻ. എന്തായാലും രാഖി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥ പ്രവചനമൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല ചൂടുള്ള ദിവസമാണ്. അപ്പോൾ നമ്മുടെ അമ്മമാരെല്ലാം, നമ്മുടെ സ്ത്രീജനങ്ങളെല്ലാം അതീവ സുരക്ഷിതരായി ഇരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആളിപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഒപ്പം നിർജ്ജലീകരണത്തിനുള്ള സാധ്യതയുണ്ട്. അതിനായി നമ്മുടെ എല്ലാം അവിടെ വെള്ളവും ഭക്ഷണവും ഒക്കെ ഒരുക്കി അമ്മമാർക്കുള്ള സന്നദ്ധ പ്രവർത്തനവുമായി അവർക്കൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് ഒരേ മനസ്സോടെ നാം എല്ലാവരും ഒന്നാകുന്ന ഒരു കാഴ്ച. അതോടൊപ്പം തന്നെ അശ്വതി, അവിടെ തോറ്റംപാട്ട് നടക്കുകയാണ്. പൊങ്കാല ദിനത്തിൽ പാടുന്ന കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം നടക്കുന്ന ഭാഗം പാടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പൊങ്കാല അടുപ്പിലെ അഗ്നി പകരുന്ന സമയം എത്തും എന്നുള്ളതാണ്. 9:15 ശുദ്ധ, അതായത് കണ്ണകി ദേവിയുടെ ഒരു വിജയം, അനീതിക്കെതിരെ പോരാടിയ നമുക്കെല്ലാം മാതൃകയാകേണ്ട കണ്ണകി ദേവിയുടെ വിജയം ഘോഷിച്ചുകൊണ്ടുള്ള തോറ്റം പാട്ട് ഇപ്പോൾ ദേവിക്ക് മുന്നിൽ പാടുകയാണ്. അത് കഴിഞ്ഞ അല്പസമയത്തിനകം തന്നെ കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം നടന്നാൽ ഉടൻ തന്നെ പൊങ്കാല ചടങ്ങുകളിലേക്ക് നടക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ശ്രീകോവിൽ നിന്ന് മേൽശാന്തി ബ്രഹ്മശ്രീ അനീഷ് നമ്പൂതിരി ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ച ശേഷം അതേ ദീപം സഹമേൽശാന്തിക്ക് കൈമാറുകയാണ്. സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിലും തുടർന്ന് ക്ഷേത്രത്തിന് മുൻവശം ഒരുക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലും തീ കത്തിക്കുന്നു. പിന്നീട് ഭക്തജനങ്ങൾ അവരുടെ അടുപ്പുകളിലേക്ക് തീ പകരുകയാണ് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വീണ്ടും അവർ ഇനി ഈ 10 ദിവസം, അതായത് ഇത്രയും നാൾ ശാന്ത സ്വരൂപിണിയായ അമ്മ ഈ 10 ദിവസം ഉഗ്രസ്വരൂപിണിയായിരിക്കും. അതായത് ഭയങ്കര ദേഷ്യത്തിലായിരിക്കും ആള്, കലിതുള്ളിയായിരിക്കും ഇപ്പോൾ നിൽക്കുന്നത്. ഈ പൊങ്കാല ഇടുന്നതോടുകൂടി, അതായത് അമ്മ തണുക്കും, നമ്മൾ തണുപ്പിക്കും അല്ലേ? അതായത് ഇപ്പോൾ അമ്മ രൗദ്രഭാവത്തിലാണ് രാഖി. അല്പസമയത്തിനകം തന്നെ നമ്മുടെ സ്ത്രീജനങ്ങൾ അരിയിട്ട്, ശർക്കരയിട്ട്, പഴമിട്ട്, തേങ്ങയിട്ട് ആ പൊങ്കാല ഇങ്ങനെ തിളച്ച് തൂകുമ്പോഴേക്കും അമ്മ ശാന്ത സ്വരൂപിണിയാകും. ഇഷ്ടസിദ്ധിക്കുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയൊക്കെയാണ് ഐതിഹ്യങ്ങൾ അല്ലേ? അതെ, തീർച്ചയായും അവരുടെ അനുഭവങ്ങളും അത് തന്നെയാണ് എന്നുള്ളതാണ് ശ്രുതി. കാരണം അവരുടെ അനുഭവങ്ങൾ അതാണ് പറയുന്നത്. അവർ പലപ്പോഴും ഇവിടെ വന്ന അമ്മയുടെ, നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം, പലരുടെയും കണ്ണുകൾ ഈറനണിയുന്നുണ്ട്, അവരുടെ സങ്കടങ്ങൾ ഉണർത്തിക്കുന്നുണ്ട്. പലർക്കും വേറൊരു ആശയമില്ലാതെയായി മാറുമ്പോൾ അവർ ആറ്റുകാൽ അമ്മയുടെ മുന്നിലേക്ക് ഒഴുകുകയാണ് എന്നുള്ളതാണ്. ഒരേ മനസ്സ്, ഒരേ പ്രാർത്ഥന അല്ലേ? എന്തായാലും അവരുടെ സങ്കടങ്ങളെല്ലാം തന്നെ മാറട്ടെ, അവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ അമ്മ നടത്തിച്ചു കൊടുക്കട്ടെ എന്നുള്ളതാണ്. ആ സങ്കടങ്ങൾ അതുപോലെ ആളിക്കത്തി പൊങ്കാല തൂകുമ്പോഴേക്കും മനസ്സിന്റെ ഉള്ളിൽ നിന്നും ആ സങ്കടങ്ങളെല്ലാം മാറി കിട്ടുമെന്നാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ നടക്കട്ടെ. ചേച്ചിമാരൊക്കെ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഒപ്പം പലരും ഈ ശരണമന്ത്ര വിളികളുമായി അമ്മേ നാരായണ, ദേവി നാരായണ, അത് മാത്രമാണ് മനസ്സിലുള്ളത്. പൊങ്കാല അർപ്പിക്കുന്നതിന് മുൻപ് അമ്മയെ ഒരു നോക്കൊന്ന് കാണണം. നമുക്കറിയാം എത്ര ദിവസങ്ങൾ മുൻപ് മുതൽ ഇവിടെ ഒരാഴ്ചയ്ക്കൊക്കെ മുൻപ് ചുടുകട്ടയിലൊക്കെ തങ്ങളുടെ പേരുകൾ എഴുതിയിട്ട് സ്ഥലം പിടിച്ച അമ്മമാരുണ്ട്. മണിക്കൂറുകളമായി ഉറങ്ങാതെ കാത്തിരിക്കുന്ന, പൊങ്കാലിടാൻ വേണ്ടി കാത്തിരിക്കുന്ന അമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്, ചേച്ചിമാരുണ്ട്, മക്കളുണ്ട്. രാഖി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പുതിയ തലമുറയ്ക്കൊന്നും ഈ ഭക്തി ഇല്ലെന്ന് പറയുന്നവരുടെ കണ്ണു തുറപ്പിക്കുന്ന കാഴ്ചയാണ് ആറ്റുകാലിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അതായത് എത്ര കുഞ്ഞുങ്ങളാണ്, എത്ര പെൺകുട്ടികളാണ് ഈ അമ്മയെ കാണാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുന്നത്, പൊങ്കാല ഇടാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ആഘോഷം കൂടിയാണ് അശ്വതി. ആഘോഷം മാത്രമല്ല, അവരുടെയും ആത്മസമർപ്പണമാണ്. ഭാവി തലമുറയും ഇത്തരം കാര്യങ്ങളിൽ പങ്കാളികളാകുന്നത് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യം. അത് മാത്രമല്ല അശ്വതി, നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒന്നുണ്ട്.
കുഞ്ഞുങ്ങളുടെ താലപ്പൊലി, 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ അമ്മയ്ക്ക് താലപ്പൊലിയുമായി എത്തുന്നത് അത് പ്രധാന ചടങ്ങാണ്. രാഖി താലപ്പൊലി എടുത്തിട്ടുണ്ടോ? എന്നുള്ളതാണ്. തീർച്ചയായും ഞാനും എടുത്തിട്ടുണ്ട്. 10 വയസ്സിന് താഴെ ആയിരുന്നപ്പോൾ നമ്മൾ താലപ്പൊലി നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. അതെ രാഖി, എന്തായാലും നമുക്കൊന്ന് വീണ്ടും നമുക്ക് ഈ കാര്യത്തിൽ എക്സ്പേർട്ട് ആയ ശാലിനി അവിടെ നിന്നും ചേരുന്നുണ്ട്. അതെ, ആറ്റുകാൽ അമ്പല പരിസരത്ത് നിന്ന് തന്നെയാണ്. ശാലിനി, ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് നാം എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടെ കാത്തിരുന്ന അമ്മയ്ക്കുള്ള പൊങ്കാല അർപ്പിക്കാനുള്ള സമയമായി വരുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതിയെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിശേഷപ്പെട്ട മണിക്കൂറുകൾക്ക് സമയം അടുത്തിരിക്കുകയാണ്. ഇനി വളരെ ചുരുക്കം സമയം 8:07 ആയിരിക്കുന്നു. 9:15 ശുദ്ധപുണ്യാഹ ചടങ്ങുകൾ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നത്. അതിനുശേഷം 9:45 9:45 കൃത്യമായി പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പണ്ടാരടുപ്പിൽ അഗ്നി പകരാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിന് പുറത്താണ്. അതായത് എനിക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് താലപ്പൊലി ഏന്തിയ കുഞ്ഞു ബാലികമാരെയാണ്. ഇവിടുത്തെ ഏറ്റവും വിശേഷാൽപ്പെട്ട ഒരു വഴിപാടാണ് ഈ താലപ്പൊലി എടുക്കുക എന്നുള്ളത്. അതായത് 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞു മക്കൾ അവർ തലയിൽ കിരീടം വെച്ച് കയ്യിൽ താലവുമായി ക്ഷേത്ര ദർശനം നടത്തി താലം പൊലിക്കുക എന്നുള്ളതാണ് ആ ഒരു താലപ്പൊലി ചടങ്ങ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട വഴിപാടുമാണ്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ അതെടുക്കാൻ കഴിയുകയും ചെയ്യുകയുള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് 1:30 വരെ മാത്രമാണ് താലപ്പൊലി എടുക്കാനുള്ള സമയപരിധി ഉള്ളത്. പ്രധാനമായും ചന്ദ്രഗ്രഹണം നടക്കുന്നതിനാൽ ഏകദേശം 3:30 ക്ഷേത്ര ശ്രീകോവിൽ നട അടയ്ക്കും. അതിനു മുൻപ്, അതായത് 1:30 മുൻപ് താലപ്പൊലി എടുക്കാനുള്ള മുഴുവൻ ബാലികമാരും താലപ്പൊലിയുമായി ക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ളതാണ് ഭരണസമിതി അറിയിച്ചിട്ടുള്ളത്. കുഞ്ഞു മക്കളൊക്കെ കയ്യിൽ പൂവൊക്കെ കെട്ടി തലയിൽ കിരീടമൊക്കെ വെച്ച് വളരെ ഭംഗിയായി ഒരുങ്ങിയൊക്കെയാണ് വരുന്നത്. പലരും കുഞ്ഞുമക്കൾ ജനിക്കുന്നതിന് മുൻപ് വഴിപാട് പറഞ്ഞവരുണ്ട്. മക്കൾ ജനിച്ചതിന് ശേഷം അമ്മയ്ക്ക് മുൻപിൽ താലപ്പൊലി എടുക്കാം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ അവരോട് തന്നെ ചോദിച്ചിരിക്കും, അമ്മ കുറേ വർഷങ്ങളായി പറഞ്ഞ വഴിപാടാണ് എങ്ങനെയുണ്ട് താലപ്പൊലിയായിട്ട്? 4 മണിക്ക് ക്യൂ നിന്ന് റോഡിൽ അങ്ങനെ വരുക. ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. തൊഴുതട്ടേ കഴിക്കുന്നു. മോള് കുഞ്ഞുണ്ട്, കൂടെ ഉണ്ട്. 7 വയസ്സായി മോക്ക്. എങ്ങനെയുണ്ട് താലപ്പൊലി? ഇഷ്ടായോ? ആദ്യമായിട്ടാണോ താലപ്പൊലി എടുക്കുന്നത്? എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരുങ്ങി കിരീടം? അമ്മയെ കാണാൻ കാത്തിരിക്കുകയാണോ? അമ്മയുടെ എന്താ പറയണേ? ദേവിയുടെ എന്താ പ്രാർത്ഥിക്കുന്നത്? ദേവിയുടെ അടുത്ത് എന്താ പ്രാർത്ഥിക്കാൻ പോണേ? ആർക്കൊരു ഭാഗത്ത് തന്നെയാണ്. കാരണം കുഞ്ഞു മക്കളുടെ മനസ്സ് അത്ര കളങ്കമില്ലാത്ത മനസ്സാണ്. അപ്പോൾ ആർക്കും ഒരു ആപത്തും വരുത്താതെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്നാണ് കുഞ്ഞ് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ ഒരു ഇഷ്ട വഴിപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര ദർശനത്തിനായി ഇവരെയൊക്കെ ആ താലപ്പൊലിക്കൊപ്പം 2 പേരെ മാത്രമാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ആ ഒരു താലപ്പൊലി ചടങ്ങ് പൂർത്തിയാക്കിയതിനു ശേഷം മറ്റൊരു വാതിലിൽ കൂടി അവരെ പുറത്തേക്ക് കടത്തിവിടുകയും ചെയ്യും. അതിനു മുൻപ്, അതായത് ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ച് ഇവിടെ എത്തിയ ഭക്തജനങ്ങൾ ആ ഒരു പൊങ്കാല അർപ്പിക്കുന്നതിന് മുൻപ് ഇവിടെ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്താനുള്ള തിരക്ക് ഒരു ഭാഗത്ത് തുടരുകയാണ്. നടപ്പന്തൽ രാവിലെ ആരംഭിച്ച ആ ഒരു തിരക്ക് ഈ മണിക്കൂറിലും തുടരുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വളരെയധികം ആത്മസമർപ്പണത്തോടെ സന്തോഷത്തോടെയൊക്കെയാണ് ഓരോ കുഞ്ഞു മക്കളും ഈ താലപ്പൊലി ഏന്തുന്നത് എന്നുള്ളതാണ്. പാവേ, താലപ്പൊലി ഏന്തുന്ന ഇഷ്ടമാണോ? നേരെന്താ? ആദ്യമായിട്ടാണോ താലപ്പൊലി എടുക്കുന്നത്? അല്ല, 3ാമത്തെ തവണയാ? എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ? നല്ലതായിട്ടുണ്ട്. കയ്യിൽ തട്ടമൊക്കെ പിടിച്ചിനി അമ്മയെ കാണാൻ പോകണോ? കുഞ്ഞു മക്കളാണ് അവരൊക്കെ ഈ കയ്യിൽ തട്ടമൊക്കെ പിടിച്ച് ഈ തലയിൽ കിരീടമൊക്കെ വെച്ച് ഒരുങ്ങി സുന്ദരിയായി അമ്മയുടെ മുന്നിലേക്ക് പോകുന്ന സന്തോഷത്തിലൊക്കെയാണ് ഉള്ളത്. ആ കാഴ്ചകൾ അതിമനോഹരമാണ്. വർണ്ണിക്കാവുന്നതിനപ്പുറമാണ് ആ കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലർക്കും അമ്മയുടെ മുൻപിൽ വഴിപാട് കഴിപ്പിച്ചവരുണ്ട്. പെൺമക്കൾ ജനിക്കണം, പെൺകുട്ടി വേണമെന്നൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ മക്കളുണ്ടായ അമ്മമാരുണ്ട് ഇക്കൂട്ടത്തിൽ. അപ്പോൾ തന്നെ ചില അസുഖങ്ങൾ, ആപത്തുകളൊക്കെ വരുമ്പോൾ കുഞ്ഞു മക്കൾക്ക് വേണ്ടി വഴിപാട് പറഞ്ഞ മക്കളുമാരും അമ്മമാരും ഉണ്ട് ഈ കൂട്ടിൽ. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ നിറഞ്ഞ ഒരു വരിയാണ് എനിക്ക് പിന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അത്രയധികം പ്രാർത്ഥനകൾ നിറഞ്ഞ മനസ്സുകളാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ
2026 ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തിരിതെളിയാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള അഗ്നി പകരൽ ചടങ്ങിന് ഉള്ളത്. ഇന്നിപ്പോൾ തോറ്റമ്പാട്ടുകാർ കണ്ണകി ചരിതത്തിന്റെ അവസാന ഭാഗം പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ണകി ചരിതത്തിന്റെ അവസാന ഭാഗം എന്നുള്ളത് പാണ്ഡ്യരാജാവിനെ നിഗ്രഹിക്കുന്ന കോപാകുലിയായ കണ്ണകിയുടെ കഥയാണ്. ആ കഥ പാട്ടായി പാടിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന സമയമാകുമ്പോഴാണ് ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ശ്രീകോവിലിൽ 9:15 ശുദ്ധപുണ്യാഹ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ഏകദേശം 9:45 ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നാണ് മേൽശാന്തി ഭണ്ഡാരടുപ്പിലേക്ക് പകരാനുള്ള അഗ്നി നടക്കുന്നത്. ആ ഭണ്ഡാരടുപ്പിലേക്ക് പകരുന്ന അഗ്നി ക്ഷേത്ര മേൽശാന്തി വലിയ തിടപ്പള്ളിയിലും പിന്നീട് ചെറിയ തിടപ്പള്ളിയിലും നൽകും. അതിനുശേഷമാണ് പൊങ്കാലയ്ക്ക് തുടക്കമാകുന്നത്. ഏകദേശം ഒരു 9:48 അല്ലെങ്കിൽ 9:50 ആകുമ്പോഴത്തേക്ക് തിരുവനന്തപുരം നഗരം അനന്തപുരി ഒരു യാഗശാലയായി മാറും എന്നുള്ളതിൽ സംശയമില്ല. ഒരു പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ വലിയ രീതിയിലുള്ളൊരു തിരക്ക് കാലത്തുമുണ്ട് എന്നുള്ളതാണ്. ഒരു വർഷം കഴിയും തോറും ആ പൊങ്കാലയ്ക്ക് എത്തുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ആറ്റുകാലിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ മുൻപൊക്കെ ആറ്റുകാലിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു വഴിപാട് ചടങ്ങൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ പല ക്ഷേത്രങ്ങളിലുണ്ട് എങ്കിൽ പോലും ആറ്റുകാൽ അമ്മയുടെ മുന്നിലെത്തി പൊങ്കാല അർപ്പിക്കുക അത് ഒരു ആത്മസമർപ്പണമായി കരുതുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും സംസ്ഥാനത്തിന് പുറത്തു നിന്നും വിദേശത്തു നിന്നും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങളാണ് ആറ്റുകാലിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. പൊങ്കാല അർപ്പിക്കാനായി കാത്തിരിക്കുകയും ചെയ്യുന്നത്. രാഖി, അശ്വതി. വ്യക്തമാണ്. നമ്മളുടെ പിന്നിൽ കാണാൻ അതെ, എന്തോരം ഭക്തരാണ്. സ്ത്രീകളുടെ മാത്രം സാന്നിധ്യമല്ല, പുരുഷന്മാരുടെ സാന്നിധ്യമുണ്ട്. തീർച്ചയായിട്ടും അവരും അമ്മയെ കാണട്ടെ, അവരുടെ സങ്കടങ്ങൾ പറയട്ടെ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് അവരോട് ചോദിച്ചാലോ. കൊല്ലം ജില്ലയിൽ ആയൂർന്ന് അന്ന് രാവിലെ 3 മണിക്ക് എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ടോ? എല്ലാ ദിവസവും പൊങ്കാല ഇടാറുണ്ട്.